നമ്മൾ മലയാളികളല്ലേ? അതുകൊണ്ട് നമുക്ക് ആരാധന മലയാളത്തിൽ തന്നെ ആവുന്നതല്ലേ നല്ലതും പ്രായോഗികവും എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അറിവില്ലാത്ത സുറിയാനി ഭാഷയിൽ പ്രാർത്ഥന ചൊല്ലുന്നത് നിരർത്ഥകമെന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ അതിലെ ചില വസ്തുതകൾ പറയാം. നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ പ്രാരംഭക ശുശ്രൂഷയിലെ ത്രൈശുദ്ധ കീർത്തനത്തിൽ പരിശുദ്ധനും ബലവാനും അമർത്യനുമായ ദൈവത്തോട് കാരുണ്യം യാചിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയുടെ സുറിയാനി വേർഷൻ ഗന്ദീഷ അലാഹ എന്ന് തുടങ്ങുന്ന ഗീതം ഓർമ്മയുണ്ടാകുമല്ലോ. അതിലെ അവസാന വരിയുടെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണെന്ന് അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗർഭാവസ്ഥയ്ക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്ക് സമാനമായ കാരുണ്യം എന്നോട് കാട്ടണമേ എന്നാണ്. ഇതെത്ര വിശാലവും ഹൃദയസ്പർശിയുമാണെന്ന് ഓർക്കുക. ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ ആഴവും പരപ്പും ഇവിടെ വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ നാം ഏറ്റുപറയുന്നു. ഒപ്പം ദൈവത്തോട് നമുക്കുള്ള ബന്ധവും നാം ഇവിടെ അനുസ്മരിക്കുകയാണ്. വളരെ വലിയ ഈ ആശയമൊക്കെ ഒന്നോ രണ്ടോ വാക്കുകൾക്കുള്ളിലാണ് സുറിയാനി വേർഷനിൽ നാം കാണുന്നത്. ആ ഭാഷയുടെ സമ്പന്നതയാണത്. സുറിയാനി ഭാഷ വളർച്ച മുറ്റിയതാണ് എന്നതിനാൽ അതിന് പ്രായോഗത്തിൽ വലിയ സാധ്യതകളുണ്ട്. എന്നാൽ മലയാളത്തിന് ഇത്തരം സാധ്യതകളെ സംബന്ധിച്ച് പരിമിതികൾ ഏറെയുണ്ട്. വിശുദ്ധ കുർബാന അർപ്പണം മലയാളത്തിൽ വരുമ്പോൾ അസൽ പ്രാർത്ഥനകളുടെ ശരിയായ പരിഭാഷയും അർത്ഥസമ്പുഷ്ടിയും ലഭിക്കുന്നില്ല എന്ന പോരായ്മയാണ് പലരെയും സുറിയാനിയിലേക്ക് തിരിക്കുന്നത്. എന്നാൽ പങ്കെടുക്കുന്ന ജനത്തിന് സുറിയാനി അറിയില്ല എന്ന വസ്തുതയെ നിരാകരിക്കാനും ആവില്ല.